വിജയക്കുതിപ്പ് തുടരാൻ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും കളത്തിലിറങ്ങുകയാണ്. പതിനായിരക്കണക്കിന് വരുന്ന ആരാധകർക്ക് മുമ്പിൽ സ്വന്തം സ്റ്റേഡിയമായ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗോവയെ നേരിടുന്നത്. കഴിഞ്ഞ ഹോം മത്സരത്തിൽ ശക്തരായ ചെന്നൈയെ കൊച്ചിയിൽ മഞ്ഞപ്പടയുടെ ആരാധകർക്ക് മുമ്പിൽ 3-0 മുട്ടുകുത്തിച്ചാണ് കൊമ്പന്മാർ വൻ തിരിച്ചറിവ് നടത്തിയത്. ശക്തരായ ഗോവയെ മുട്ടുകുത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മഞ്ഞപ്പട ഇന്നും കളത്തിലിറങ്ങുന്നത്. ഹോം ഗ്രൗണ്ടിലെ മത്സരം, ഒപ്പം കഴിഞ്ഞ മത്സരത്തിൽ 3-0 വിജയം, അതാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ അവർക്ക് മുമ്പിലുള്ള ആത്മവിശ്വാസം. 8 മത്സരം കഴിഞ്ഞപ്പോൾ 8 പോയിന്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം. എന്നാൽ 9ാം മത്സരത്തിൽ കത്തിക്കയറുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിൽ 11 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഗോവയാകട്ടെ 12 പോയിന്റുമായി പട്ടികയിൽ 6ാമതും. ക്യാപ്റ്റൻ അഡ്രിയൽ ലൂണോ ഫോമിലേക്ക് തിരിച്ചെത്തിയതോടെ തീ പാറുന്ന പോരാട്ടം തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഗോവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൊമ്പന്മാർക്കത് കരുത്തു പകരും. 9 മത്സരങ്ങളിൽ നിന്നായി 7 ഗോളടിച്ച സ്ട്രൈക്കർ ജീസസ് ജിമസിന്റെ പ്രകടനവും മഞ്ഞപ്പടയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പേരാണ് നോഹ സദേയുടേത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽക്കൂടി തന്നെ ആകാറുണ്ട്. ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ ഇനിയുള്ളത് 2 എവേ മാച്ചുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിജയക്കൊടി പാറിച്ചേ മതിയാകൂ. കരുത്തരായ ബാംഗ്ലൂർ FC-യെയും പഞ്ചാബ് FC-യെയും തോൽപ്പിച്ചാണ് ഗോവ മഞ്ഞപ്പടയെ നേരിടാനെത്തുന്നത്. തുടർച്ചയായ 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് കണ്ട കഴിഞ്ഞ മത്സരത്തിൽ മലയാളി KP രാഹുൽ ഗോൾ നേടിയതും വിജയത്തിന്റെ മധുരം കൂട്ടി. രാഹുൽ പഴയ ഫോം ഇന്നും വീണ്ടും പുറത്തിറക്കുകയാണെങ്കിൽ ഗോവ അല്പം വിയർക്കും മഞ്ഞപ്പടയുടെ തട്ടകത്തിൽ. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിലെ കരുത്തു തന്നെയാണ് ചെന്നൈയെ ഗോൾ വല കുലുക്കാൻ സമ്മതിക്കാതിരുന്നത്. അതേ ഒത്തിണക്കം ഇത്തവണയും ഉണ്ടെങ്കിൽ ഗോൾ വഴങ്ങാതെ തന്നെ വിജയത്തിലെത്താൻ ബ്ലാസ്റ്റേഴ്സിനാകും. ഗോൾ വല കാക്കാൻ മലയാളി സച്ചിൻ സുരേഷിനെയായിരുന്നു കഴിഞ്ഞ തവണ ഏൽപ്പിച്ചത്. അത് അദ്ദേഹം ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. മികച്ച പ്രകടനം കഴിഞ്ഞ കളിയിൽ കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെയാകും ഇത്തവണ ഇറങ്ങാൻ സാധ്യത. രാത്രി 7:30-ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയെ നേരിടുന്നത്. അറ്റാക്കിങ്ങിലുള്ള മത്സരം തന്നെയായിരിക്കും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.